ഹായ് ഹലോ രാത്രിത്തേക്കുള്ള ഡിന്നർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓംലെറ്റ് അടിക്കാം. നല്ലൊരു ഓംലെറ്റ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു തക്കാളി, ഒരു സവോള, 3 പച്ചമുളക് കേട്ടോ. പച്ചമുളക് അരിഞ്ഞ് 3 എണ്ണം. എരി വേണ്ടുള്ളവർക്ക് കുറയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇതിനകത്തെന്ന് വെച്ചാൽ ഇച്ചിരി നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി ശകലം ഇട്ടോ. അത് ഓപ്ഷണലാണ് കേട്ടോ. 3 മുട്ട ഞാനത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 3 മുട്ടയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് മാറ്റിയേക്കാം. അപ്പം ഞാൻ ഓർത്ത് രാത്രി എന്നാൽ ചപ്പാത്തി ആക്കാന്ന്. രാത്രി ചപ്പാത്തി ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ദോശമാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈകിട്ടത്തേക്ക് എടുക്കും. ഇവിടെ ചോറ് അങ്ങനെ അധികം ആരും വൈകിട്ട് കഴിക്കാറില്ല. ചിലപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കും കേട്ടോ. നല്ല മീൻകറിയൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയും ഒക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തന്നെ വായിന് വെള്ളം വരും ഇതൊക്കെ കഴിക്കണമെന്ന് ആലോചിക്കുമ്പം. ഓക്കെ, കാരണം രാത്രി ചോറ് അവോയ്ഡ് ചെയ്തിപ്പം. കാരണം നമ്മൾ വണ്ണം വെക്കുന്നത് കൊണ്ട് ചോറിൻ്റെ ക്രമം ഇച്ചിരി കുറച്ച് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പം ചപ്പാത്തിയെല്ലാം നമ്മളിങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് എനിക്കിതിനകത്തൊരു പണി വച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടോന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് ഞാനെല്ലാം സെറ്റാക്കി ഓൾമോസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴാണ് ഒരാളുടെ എൻട്രി വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു ആയോ? ഞാൻ പറഞ്ഞു ഇല്ല, ആയിട്ടില്ല. അപ്പം ഓക്കെ ശരി എന്നാൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ഓംലെറ്റ് ഒന്ന് തിരിച്ചിടാനായിട്ട് നോക്കിയതാണ്. എനിക്ക് പണി തന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇതൊന്ന് കാരണം അതിൻ്റെ മുകളിലത്തത് ഭാഗം വെന്തിട്ടില്ലായിരുന്നു നല്ല പോലെ. അപ്പോൾ അതൊന്ന് തിക്കാവണമായിരുന്നു. തിക്കായി അത് വെന്ത് കട്ടിയായിട്ട് ഇരിക്കണമായിരുന്നു. അങ്ങനെ ആണെങ്കിൽ നമ്മളത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അത് ഉടയാതെ വീഴുമായിരുന്നു. ഇത് ഹാഫായിട്ട് ഇതായതേ ഉള്ളൂ. പക്ഷെ പുറമേ കണ്ടാൽ അത് മൊത്തത്തിൽ വെന്തിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. ഇവിടെ തിരിച്ചിടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും പകുതി ഭാഗം അങ്ങ് വെളിയിൽ പോയി. എനിക്ക് ഇതുപോലൊരു വിഷമമില്ലായിരുന്നു കേട്ടോ ഗൈസ്. അതങ്ങ് തിരിച്ച് ഞാനാണ് ഇപ്പം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളിങ്ങോട്ട് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഡിഷു തിരിച്ചങ്ങിട്ട് ദേണ്ട കിടക്കുന്നു. എൻ്റെ ഹാഫൊന്നും അത്രയങ്ങ് പോയി. ആ പോർഷൻ അത്രയും പിന്നെ എന്ത് ചെയ്യാനാ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്യും. ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്യുമോ? അതേപോലെ നമ്മളിങ്ങനെ കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്യും കേട്ടോ. അതിൽ നിന്നൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു. ഒരാൾക്ക് കൊടുത്തു ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ. അവൾക്ക് എന്നും ഒന്നും കൊടുക്കത്തില്ല. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം അവൾ അച്ചച്ച് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ ചപ്പാത്തി അത്